കരുവന്നൂർ കേസിലെ അന്തിമ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. അതിൽ നിരവധി പ്രതികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് CPM എന്ന് പറയുന്ന പാർട്ടിയെ കൂടി അതിലേക്ക് പ്രതി ചേർത്തിരിക്കുന്നു. ഇത് അപൂർവമല്ലേ ഇങ്ങനെ ഒരു പാർട്ടിയെ പ്രതി ചേർക്കുന്നത്? തീർച്ചയായും ഇതൊരു അപൂർവങ്ങളിൽ അപൂർവം എന്ന് തന്നെ പറയേണ്ടി വരും. ഇത്തരത്തിലൊരു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ്, സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 2ാം ഘട്ട കുറ്റപത്രം സമർപ്പിച്ചു. എറണാകുളം PMLA കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ഇതിൽ പ്രധാനമായും വരുന്ന CPM തൃശൂർ മുൻ ജില്ലാ സെക്രട്ടറി MM വർഗീസ്, മുൻ മന്ത്രി SC മൊയ്തീൻ, K രാധാകൃഷ്ണൻ MP എന്നിവർക്ക് പുറമെ CPM-നെ പ്രതി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ അന്തിമ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. പ്രതികൾ തട്ടിപ്പിലൂടെ 180 കോടി രൂപ സമ്പാദിച്ചെന്നാണ് ED ആരോപിക്കുന്നത്. 128 കോടി രൂപ പ്രതികളിൽ നിന്ന് കണ്ടുകെട്ടിയിരുന്നു. ഏതായാലും ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ക്ഷീണം തന്നെയാണ് ഉണ്ടാക്കുക. പ്രധാനമായും CPM നേതാക്കൾ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടതിന് പുറമെ CPM-ഉം പ്രതിപട്ടികയിൽ എത്തിയത് ഇപ്പോൾ പ്രതിപക്ഷം അടക്കം വലിയ രീതിയിൽ ചർച്ചയാക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഇവരെ ചോദ്യം, അതായത് CPM മുൻ ജില്ലാ സെക്രട്ടറി MM വർഗീസ്, മുൻ മന്ത്രി SC മൊയ്തീൻ, രാധാകൃഷ്ണൻ എന്നിവരെ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. നമുക്ക് CPM-നെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ സഹകരണ ബാങ്കുകളാണ് അവരുടെ ഏറ്റവും വലിയ സാമ്പത്തിക ഒരു സ്രോതസ് എന്ന് പറയുന്നത്. CPM എന്ന് നിലനിൽക്കുന്നത് തന്നെ സഹകരണ ബാങ്കുകളുടെ ബലത്തിലാണ്, ഇന്നല്ല ഈ കാലാകാലങ്ങളായി. അപ്പോൾ സാധാരണക്കാരും പാവപ്പെട്ടവരും ഒക്കെ പെൻഷൻ കിട്ടുന്ന തുകയും ഒക്കെ നിക്ഷേപിച്ച് ആ രീതിയിൽ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബാങ്കായിരുന്നു. അവിടെയാണ് ഇത്തരത്തിൽ മറ്റ് വ്യാജ പേരുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ അവിടെ നിന്ന് വായ്പാ തട്ടിപ്പൊക്കെ നടത്തി, ഇപ്പോൾ ഒരു നിരപരാധി ഇട്ടിരിക്കുന്ന പൈസയൊക്കെ മറ്റൊരാളുടെ പേരിൽ തട്ടിപ്പ് നടത്തി കോടികൾ ഇവർ തട്ടിപ്പ് നടത്തി. അപ്പോൾ ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ഒരു തുറുപ്പ് ചീട്ടായി മാറി. അത് തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. സുരേഷ് ഗോപി വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നത് ഈ കരുവന്നൂർ ആയുധമാക്കിക്കൊണ്ടാണ്. അപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് CPM-ന് ഇനി ഈ സഹകരണ ബാങ്കുകൾ കൂടി CPM-ൻ്റെത് തകർത്താൽ ഒരുപാട് CPM-ന് വില കൊടുക്കേണ്ടി വരും. കാരണം CPM-ൻ്റെ ഒരു നിലനിൽപ്പ് തന്നെ ഈ സഹകരണ ബാങ്കുകളിലൂടെയാണ്. അതോടൊപ്പം തന്നെ പിണറായി വിജയൻ അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലടക്കം പാർട്ടിയുടെ ചെലവുകൾ എല്ലാം കൊണ്ടുപോകുന്നത് ഇവിടുത്തെ ഫണ്ടിങ് മുഖേനയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സഹകരണ ബാങ്കുകളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് BJP മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും സ്ട്രെങ്ത് അവർക്ക് സഹകരണ ബാങ്കുകളിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പക്ഷേ കോൺഗ്രസിൻ്റെ സഹകരണ ബാങ്കുകളൊക്കെ തകർത്താൽ പോലും കോൺഗ്രസിന് ഇത്രയൊരു ക്ഷീണം വരില്ല. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ൻ്റെ പണത്തിൻ്റെ സ്രോതസ് മുഴുവൻ നട്ടെല്ലാണ്. ഇതിൽ നിന്നാണ് ഇത്തരത്തിൽ പൈസ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സർക്കാർ വാർഷികം അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വലിയ പൈസ എവിടെ നിന്ന് വരുന്നു എന്നുള്ള ചോദ്യം ഇവിടെ അവശേഷിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ ബാങ്കുകളിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തിയതിനെ തുടർന്ന് ഇപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആ കുറ്റപത്രം സമർപ്പിച്ച് പാർട്ടി അടക്കം പ്രതിയായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ അടക്കം അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ അടക്കം തിരിച്ചടിയാവും. തീർച്ചയായും. അതായത് CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു പക്ഷേ ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മുൻപ് സഹകരണ ബാങ്കുകളിൽ നിന്ന് അടക്കം വന്ന വരുമാനം തന്നെയായിരുന്നു. അതിൽ നിന്ന് ലഭിച്ച പണത്തിൻ്റെ അതിൻ്റെ ലാഭങ്ങളും ഒക്കെ തന്നെയായിരുന്നു. കാരണം ഭരണസമിതി അവരുടേതാണല്ലോ. ഒന്നുമല്ലെങ്കിൽ ഈ പറയുന്ന സഹകരണ ബാങ്കിൽ ഒരു സഹകരണ ബാങ്കിൽ 25 പേർക്ക് ജോലി കൊടുത്തു കഴിഞ്ഞാൽ അവരെല്ലാം പാർട്ടി മെമ്പറാക്കും. അവരിൽ നിന്ന് ലഭിക്കുന്ന ലെവി തന്നെ നല്ല രീതിയിൽ ഈ പറയുന്ന ഉപയോഗിക്കാൻ കഴിയും. അങ്ങനെ വലിയ സാമ്പത്തിക സ്രോതസ്സായിട്ട് നിലനിൽക്കവെയാണ് ഇതിൻ്റെ നട്ടലൊടിയുന്നത്. പല സംസ്ഥാനങ്ങളിലും ഭരണം പോയി. അവിടെയൊന്നും CPM-ന് നിലനിൽക്കേണ്ട പണം പോലും കിട്ടുന്നില്ല, ആരും പിന്തുണയ്ക്കാനില്ല, ജനങ്ങളെല്ലാം അപ്പാടെ മാറി. അങ്ങനെ നിൽക്കുമ്പോൾ കേരളത്തിൽ ഒരിക്കലും തകരില്ല. കാരണം ഏറ്റവും ഭംഗിയായ അടിത്തറ സഹകരണ ബാങ്കുകളുണ്ട് എന്നുള്ളതാണ്. പക്ഷേ CPM തന്നെ സ്വന്തം ശവക്കുഴി തോണ്ടുന്ന രീതിയിലേക്ക് മാറി അവരുടെ സഹകരണ ബാങ്കുകളെ അവർ തകർത്ത് തരിപ്പണമാക്കി. ഇതോടുകൂടി ഇനി ഒരു 2 ടേം ഇവർക്ക് അധികാരമില്ലാതിരുന്നു നോക്കട്ടെ, CPM-ൻ്റെ സാമ്പത്തിക അവസ്ഥ പൂർണ്ണമായിട്ട് തകരും. CPM-ന് വേണ്ടി കൊടി പിടിക്കാൻ ഒരു മനുഷ്യനും ഉണ്ടായില്ല. പൂർണ്ണമായിട്ട് ഈ പറയുന്ന CPM വലിയ ഗതികേടിലേക്ക് പോകും. ആ ഗതികേടിലേക്ക് പോയി കഴിഞ്ഞാൽ CPM-ന് ഉണ്ടാകുന്ന ക്ഷീണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് കയറി വരാനായിട്ട് വലിയ പ്രശ്നമുണ്ടാകും. ഇപ്പോൾ BJPയെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നമില്ല. BJP ഇപ്പോൾ ഒരു ഘട്ടത്തിൽ ഇവർക്കൊരു സാമ്പത്തിക പ്രതിസന്ധി വന്നാൽ കേന്ദ്രത്തിൽ നിന്ന് സഹായിക്കാനാവും. ഇല്ലെങ്കിൽ സംസ്ഥാന പാർട്ടി ഘടകത്തിന് പണമില്ലെങ്കിൽ കേന്ദ്ര ഘടകത്തിന് നൽകാൻ കഴിയും. ഇങ്ങനെയൊക്കെ വലിയ തോതിലുള്ള ഫണ്ടിങ്ങിനുള്ള സാഹചര്യം നിലനിൽക്കെ കേരളമാണ് CPM-ന്റെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൂടി പൈസ കൊടുക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി എന്ന് പറയുന്നത് AK സെന്റർ തന്നെയാണ്. അതിന്റെ ജില്ലാ കമ്മിറ്റി കണ്ണൂരായി പോകുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല.
അപ്പോൾ പണം ഒഴുകുന്ന മുഴുവൻ ഇവിടുന്നാണ്. ഇവിടുന്നാണ്. അപ്പോൾ ഈ പറയുന്ന പാർട്ടി എന്ന് പറയുന്ന സംവിധാനം, CPM എന്ന സംവിധാനം ഒറ്റ നിൽപ്പിന് ഈ കേരളത്തിൽ നിൽക്കുന്ന, അതിൽ നിന്നുകൊണ്ട് ബാക്കി എല്ലായിടത്തും കളിക്കുന്നതാണ്. ഇനി ഇത് തകരുന്നതോടെ, പിണറായി സർക്കാർ ഇറങ്ങി കഴിയുന്നതോടുകൂടി തന്നെ ഈ പറയുന്ന സഹകരണ ബാങ്കുകൾ ഇല്ലാതായതോടുകൂടി പാർട്ടിയുടെ അടിസ്ഥാനം തന്നെ ഇളകുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ പ്രധാന സൂചന. അതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPMന്റെ നേതാക്കൾ പലരും പണം ഉണ്ടാക്കുന്നതിൽ വല്ലാതെ വ്യഗ്രത കാണിക്കുന്നുണ്ട് എന്നുള്ള വിമർശനം പാർട്ടിക്കകത്ത് തന്നെയുണ്ട്. അതിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇനി ഒരു അധികാരത്തിലേക്ക് തിരിച്ചുവരവ് ഉണ്ടായില്ലെങ്കിൽ അപ്പോൾ ജീവിക്കാനുള്ള പൈസ വേണ്ടേ? ജീവിക്കാന്ന് പറഞ്ഞാൽ അടുത്ത 2 തലമുറയ്ക്കുള്ളതും കൂടെ ഉണ്ടാക്കി വെക്കണം എന്നുള്ളതാണ് ഇവർ കാണുന്ന ലക്ഷ്യം. അപ്പൊ അങ്ങനെ വലിയ രീതിയിൽ കറപ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയെ കൃത്യമായി ജനങ്ങൾക്കറിയാം. നമ്മൾ പൊതുവെ പറയുന്നു, നമ്മൾ പറയുമ്പോഴത്തേക്ക് ആൾക്കാർ കേട്ടിട്ട് ഒരു പക്ഷെ വിശ്വസിക്കുന്നു. അവനവൻ്റെ നാട്ടിലെ CPMമാരെ പരിശോധിക്കും. നമ്മുടെ നാടുകളിലെ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം CPMമാരെ ഇത്രയും നാൾ ഇങ്ങനെ നടന്ന ആള് ഇപ്പൊ സ്വന്തമായിട്ട് ഫ്ലാറ്റുകളാകുന്നു, കാറുകളാകുന്നു, വസ്തുക്കളാകുന്നു, മറ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ വരുന്നു, വാഹനം മാറുന്നു, മൊബൈലിന്റെ രീതി മാറുന്നു, ഉപയോഗിക്കുന്ന ഏതൊക്കെ സംവിധാനങ്ങളുണ്ടോ അതെല്ലാം മാറുന്നു. അട്ടിമുട്ടി മാറി അതിസമ്പന്നനായിട്ട് നടക്കുന്ന CPM നേതാക്കളായാലും ജനപ്രതിനിധികളായാലും ഒക്കെ ആയിട്ടുള്ള മനുഷ്യരുടെ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഒരു പണിയും എടുക്കാതെ ജീവിക്കുന്നവരുടെ ഈ പറയുന്ന സമ്പത്ത് ഒരു ഇലക്ഷനിൽ നിന്ന് അടുത്ത ഇലക്ഷനിലേക്ക് എത്തുമ്പോൾ 2 ഇരട്ടി 3 ഇരട്ടി 5 ഇരട്ടിയൊക്കെ ആവുന്നത് എങ്ങനെ എന്ന് പറയുന്ന അത്ഭുതമുണ്ട്. പിന്നെ CPMലെ നേതാക്കൾക്ക് വേറൊരു ബുദ്ധിയുണ്ട്. അവർ ഈ പറയുന്ന രീതിയിൽ സ്വന്തം പേരിൽ വസ്തുക്കളോ സമ്പാദ്യമോ ഉണ്ടാക്കാറില്ല, മിക്കവാറും ബിനാമി പേരുകളിലായിരിക്കും. അപ്പൊ ഈ കോൺഗ്രസ്സുകാരൊക്കെയാണ് പിന്നെ സ്വന്തം പേരിലിടുന്നത്. കാരണം ബിനാമി വിശ്വസിക്കാൻ പറ്റില്ല, അവൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ. അപ്പൊ ഇതാണ് ഈ പറയുന്ന CPMന്റെ അടിസ്ഥാന സംവിധാനം. അതിൽ ഈ പറയുന്ന നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഈ പറയുന്ന സഹകരണ സ്ഥാപനങ്ങളായിരുന്നു. കാരണം ഈ പറയുന്ന ഇവരുടെ പൊളിറ്റിക്സ് തന്നെ സോഷ്യലിസം എങ്ങനെയാ? മൂലധനത്തിന്റെ ഏകീകരണം ഇല്ലാതെ പൊതു സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റേറ്റ് തന്നെ പ്രവർത്തനം നടത്തുന്നു. അപ്പൊ സ്റ്റേറ്റിന് ഇവരുടെ കയ്യിൽ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് സ്റ്റേറ്റിന് തുല്യമായിട്ട് സഹകരണ ബാങ്കിനെ എടുക്കുന്നു. സഹകരണ ബാങ്ക് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ജനങ്ങളിൽ നിന്ന് ഈ പറയുന്ന മൂലധനം പിരിച്ചെടുത്ത് അതൊരു മൂലധനമായിട്ട് വെച്ച് നിക്ഷേപങ്ങൾ സ്വീകരിച്ച് നിക്ഷേപങ്ങൾ കൂടിയ പലിശയ്ക്ക് വിതരണം ചെയ്ത് വീണ്ടും അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി ബാങ്കിൽ ആൾക്കാരെ നിയമിച്ച് അവർക്ക് പൈസ കൊടുത്ത് ഇങ്ങനെ കൂടുതൽ നിക്ഷേപം സ്വീകരിച്ച് കൂടുതൽ ലോൺ കൊടുത്ത് റോൾ ചെയ്ത് അങ്ങനെയാണ് ഏത് ബാങ്കിനെയും പോലെ. അതോടൊപ്പം തന്നെ CPMന്റെ പല കുടുംബങ്ങളും ഈ ബാങ്കിൽ ജോലി എത്രയോ കുടുംബങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ ബാങ്കിൽ ഒന്നും ഒരു എൻട്രി നേരിട്ടുള്ള ഒരു എൻട്രി ആയിരുന്നു. പല നേതാക്കളുടെയും മക്കളും മരുമക്കളും എല്ലാം അവിടെ സ്റ്റാഫുകളാണ്. ഇപ്പൊ എന്റെ നാട്ടിലൊക്കെയുള്ള സഹകരണ ബാങ്ക് ആണെങ്കിൽ അവർ മറ്റ് പല സ്ഥാപനങ്ങളും തുടങ്ങി. പണയ സ്ഥാപനങ്ങൾ, ഈ പറയുന്ന നീതി സ്റ്റോറുകൾ പോലത്തത്, മറ്റ് വ്യാപാര സ്ഥാപനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അതിന്റെ അടിത്തറ ഇളകിയിരിക്കുന്നു എന്നുള്ളതാണ്. കരുവന്നൂർ വരുന്നതോടുകൂടി തന്നെ, കരുവന്നൂരിലെ അന്വേഷണം പൂർത്തിയാകുന്നതോടുകൂടി തന്നെ കേരളത്തിലാകമാനമുള്ള CPMന്റെ കൺട്രോളിലുള്ള സഹകരണ ബാങ്കുകൾ വലിയ രീതിയിലുള്ള തകർച്ചയിലേക്ക് പോകും. സഹകരണ പ്രസ്ഥാനം തന്നെ കേരളത്തിൽ ഇല്ലാതാകുന്നതിനും അത് വഴിവെച്ചേക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.